ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ ജോർജ് ജോൺ ഇൻഡോർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. എന്നും ഞാൻ പാടിടും യേശുവിനെ, എന്നെ നടത്തിടും വല്ലഭനെ. എന്നെ നീ ഓർക്കുവാനെന്തു നന്മകൾ എന്നിൽ നീ കണ്ടുവോ എൻ ദൈവമേ. ആ മഹൽ സ്നേഹത്തെ, നിത്യ സന്തോഷത്തെ എത്ര നാൾ ഞാൻ തള്ളിയതാ. തേടി വന്നെന്നെ ഈ ജഗത്തിൽ തേജസ്വരൂപൻ യേശുനായകൻ. തേടി വന്നെന്നെ ഈ ജഗത്തിൽ തേജസ്വരൂപൻ യേശുനായകൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പാകെ ദൈവവചനവുമായി ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്കൊക്കെയും വളരെ സുപരിചിതമായിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വർത്തമാനം പറയുവാൻ തുടങ്ങുമ്പോൾ ആദ്യമായി പഠിക്കുന്ന ആ വാക്യമാണ് 23-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. ഈ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് യഹോവ, ദ ലോർഡ്, ആ യഹോവയിൽ നിന്നാണ് ദാവീദിന് ഉള്ള ആശ്വാസം ലഭിക്കുന്നത്. യഹോവ എന്ന് പറയുമ്പോൾ സോവറിൻ ഗോഡാണ്, എല്ലാറ്റിനും ഉപരിയായിട്ട് ഇരിക്കുന്ന ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായിരിക്കുന്ന ദൈവം. മാത്രമല്ല നമ്മെ വിടുവിക്കുന്ന നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ നമ്മെ പരിപാലിക്കുകയും നമ്മെ കാക്കുകയും ചെയ്യുന്ന യഹോവ എത്രയോ ശ്രേഷ്ഠനാണ്. ആ യഹോവയുടെ മുമ്പിലാണ് നാം ഇന്ന് വരുന്നിരിക്കുന്നത്. യഹോവ എൻ്റെ എന്ന് പറയുമ്പോൾ മൈ, അത് ഒരു ഏകാക്ഷരമായിട്ട് ഇതിൽ ഇരിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് എൻ്റെ എന്ന് പറയുന്നത്. അത് ഒരു വ്യക്തിപരമായ ബന്ധം, യഹോവയുമായിട്ട് എനിക്കുള്ള വ്യക്തിപരമായ ബന്ധമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കീർത്തനം 6 വാക്യത്തിൽ ഏതാണ്ട് 27 പ്രാവശ്യം ഞാൻ, എൻ്റേത്, അവൻ, അവൻ്റേത്, നീ, ഇങ്ങനെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് ഇതിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ദ ലോർഡ് മൈ, യഹോവ എൻ്റെ ഇടയൻ. അടുത്ത വാക്കാണ് ഇടയൻ. ഇടയൻ എന്ന് പറയുന്നത് ഒരു ആടും ഇടയനും തമ്മിലുള്ളതായ ആ ബന്ധം ബൈബിളിൽ മുഴുവനും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ആടിൻ്റെ സ്വഭാവം, അത് മൂർഖതയുള്ളതാണ്, ബുദ്ധിയില്ലാത്തതാണ്, കേൾവി ശരിക്കില്ല, വൃത്തികെട്ട, അല്ലെങ്കിൽ സ്വയമായിട്ട് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കില്ല, മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ. ഏതെങ്കിലും ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ വീണ്ടും ആ കുഴിയിൽ തന്നെ ചെന്ന് വീഴും. ഏതെങ്കിലും ഒരു മുള്ളുവേലിക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം അവിടെ തന്നെ പോകും. ഏറ്റവും ഭയമുള്ളത്, സ്വയമായിട്ട് വരുവാൻ സാധിക്കാത്ത, അങ്ങനെയുള്ളതായ ആടുകളെ സ്നേഹിച്ച ഒരു ഇടയനാണ്. നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. ആ ഇടയനെയാണ് ഇവിടെ നാം കാണുന്നത്. പിന്നെ നാം കാണുന്നത് ആകുന്നു, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. ദ ലോർഡ് ഈസ്, അത് വർത്തമാനകാലത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കർത്താവ് നമുക്ക് കഴിഞ്ഞ ദിവസം നല്ലവനായിരുന്നു, വരും ദിവസങ്ങളിലും അവൻ നല്ലവൻ തന്നെയാണ്, അവൻ നമ്മെ സഹായിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ നാം കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത്
ദൈവം എനിക്ക് സഹായകനാണ്, അവൻ എൻ്റെ ഇടയനായിട്ട് എന്നോട് കൂടെ ഉണ്ട്. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാക്യമാണ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. അതിനുശേഷം കാണുന്നത് ഐ ഷാൽ നോട്ട് വാണ്ട്, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഒന്നിനും മുട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ട് അർത്ഥമാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഓൾ മൈ നീഡ്സ് ആർ സപ്ലൈഡ് ബൈ ദ ലോർഡ് മൈ ഷെപ്പേർഡ്, എൻ്റെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ ഇടയനാകുന്ന യഹോവയാണ് എനിക്ക് തരുന്നത്. മാത്രമല്ല രണ്ടാമത് ഐ ഡിസൈഡ് നോട്ട് ടു ഡിസയർ മോർ ദാൻ വാട്ട് ദ ലോർഡ് മൈ ഷെപ്പേർഡ് ഗീവ്സ്, എൻ്റെ ഇടയനായിരിക്കുന്ന യഹോവ തരുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി ഒരു എനിക്ക് ഇല്ല. അതാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സങ്കീർത്തനം 34:10 നാം കാണുവാനായിട്ട് സാധിക്കുന്നത്, ബാലസിംഹങ്ങളോ വിശന്നിരിക്കും, എന്നാൽ യഹോവ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 4:19 കാണുന്നത്, എൻ്റെ ദൈവമോ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും കർത്താവിൻ്റെ സ്വർഗത്തിലുള്ള ധനത്തിനനുസരിച്ച്, അവൻ്റെ മഹത്വം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിറവേറ്റിത്തരും എന്നാണ് നാം കാണുന്നത്. അതുപോലെ തന്നെ 147 സങ്കീർത്തനം 9 നാം കാണുന്നത്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നൽകിത്തരുന്ന ഒരു യഹോവ, എനിക്ക് ഒന്നിനും മുട്ടില്ല. അതുപോലെ മത്തായിയുടെ സുവിശേഷം 6:25-34 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, നിങ്ങൾ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കരുത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, ചിന്തിക്കരുത്. അതിനുശേഷം കർത്താവ് അവിടെ പറയുകയാണ്, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, ഭൂമിയിലുള്ളതായ ജന്തുക്കളെ നോക്കുവീൻ, അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല, എങ്കിലും വലിയവനായ ദൈവം അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കർത്താവ്. താമരയെ നോക്ക്, പൂക്കളെ നോക്ക്, അധികം ആയുസ്സില്ല, എങ്കിൽ പോലും വലിയവനായ ദൈവം അതിനെയൊക്കെ എത്രയോ അത്ഭുതകരമായിട്ടാണ് ചെയ്യുന്നത്. പ്രിയ വിശ്വാസികളെ, ആ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് നമ്മുടെ കർത്താവ് അറിയുന്നു. നമുക്ക് നാളെ എന്താണ് നമ്മുടെ ആവശ്യം, നാളെ എന്താണ് എൻ്റെ ജീവിതത്തിൽ വരുന്നതെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയുകയില്ല. എന്നാൽ നമ്മുടെ ഇടയനായിരിക്കുന്ന യഹോവയ്ക്ക് നമ്മുടെ നാളത്തെയും നമ്മുടെ അവസാനം വരെയുള്ളതായ കാര്യങ്ങളെയും ഇന്നത്തെ പോലെ തന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആയതിനാൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുക. നാം ചോദിക്കും, ദൈവം നാം പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തരുമോ? ഒരിക്കലുമില്ല. ദൈവത്തിനറിയാം നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്, ദൈവത്തിനറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. അതനുസരിച്ച് കർത്താവ് അവൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്, നമ്മുടെ ലോർഡ്. അതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടില്ല. നമ്മുടെ നാളെയെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒന്നിനെപ്പറ്റിയും നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് 1 പത്രോസ് 5:7 നാം കാണുന്നു. അതുപോലെ നാം ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയിച്ച് മുൻപോട്ട് പോകുവാൻ യഹോവയായ ആ ഇടയനിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിപ്പാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.